2026 മെയ് മാസം 31 ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ലോക പുകയില വിരുദ്ധ ദിനമാണ്. ഓരോ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. പുകയില ഉപയോഗത്തിന്റെ ആരോഗ്യ, സാമൂഹ്യ, സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഒരു സിഗരറ്റ് കത്തുമ്പോൾ അതിനൊപ്പം തീരുന്നത് ആരോഗ്യം മാത്രമല്ല, ആയുസ്സും കുടുംബത്തിന്റെ സമ്പാദ്യവും ഭാവിയും കൂടിയാണ്. ലോകത്ത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ജീവനുകളാണ് പുകയില മൂലം നഷ്ടമാകുന്നത്. ഹൈഫൈവും ആദ്യം പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. വലിയ വില കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാനപ്പെട്ട കണക്കുകൾ പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ്. നോക്കൂ, ലോകത്ത് ഓരോ വർഷവും 80 ലക്ഷത്തിലധികം ആളുകളാണ് പുകയില ഉപയോഗം മൂലം മരണപ്പെടുന്നത്. ഇതിൽ ഏകദേശം 70 ലക്ഷത്തിലധികം മരണങ്ങളും നേരിട്ടുള്ള പുകയില ഉപയോഗം വഴി സംഭവിക്കുന്നതാണ്. ബാക്കി 10 ലക്ഷം മരണങ്ങൾ സംഭവിക്കുന്നത് പാസീവ് സ്മോക്കിംഗ് വഴി, അതായത് ഒരാൾ പുകവലിക്കുമ്പോൾ ആ പുക ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ മൂലം പ്രതിവർഷം 10 ലക്ഷം മരണങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ലോകത്ത് ഏകദേശം 130 കോടിയിലധികം പുകയില ഉപയോക്താക്കൾ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുകയില ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗവും താഴ്ന്ന ഇടത്തരം വരുമാനം രാജ്യങ്ങളാണ്. നമ്മുടെ രാജ്യത്തെ പുകവലിക്കാരുടെ എണ്ണം പരിശോധിച്ചാൽ, ഇന്ത്യയിലെ പുകവലിക്കാരുടെ എണ്ണം പരിശോധിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുകയില ഉപഭോക്തൃ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. രാജ്യത്ത് ഏകദേശം 26 മുതൽ 29% മുതിർന്നവർ ഏതെങ്കിലും രൂപത്തിൽ പുകയില ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിപ്പം പുകവലി എന്ന് വെച്ചാൽ സിഗരറ്റ് സ്മോക്കിംഗ് മാത്രമല്ല, പുകയില മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണമാണ് ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞ ഏകദേശം 26 മുതൽ 28% വരെ ഉള്ളത്. പുകവലി മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞ പോലെ ഗുഡ്ക, ഖൈനി, പാൻ മസാല തുടങ്ങിയ പുകയില്ലാത്ത പുകയില ഉൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഓരോ വർഷവും 13 ലക്ഷത്തിലധികം മരണങ്ങളാണ് പുകയിലയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിവിധ ആരോഗ്യ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കണക്കാണ്. ഈ 13 ലക്ഷത്തിലധികം മരണങ്ങൾ പ്രതിവർഷം സംഭവിക്കുന്നത്. പുകയില ഉപയോഗം മൂലമുള്ള രോഗചികിത്സയും ഉൽപാദനക്ഷമതയിലെ നഷ്ടവും നമ്മുടെ രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യത കൂടെ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. രാജ്യം വിട്ട് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വന്നാൽ, കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിലുള്ളവർക്ക് ആശ്വസിക്കാനും അതിനൊപ്പം ആശങ്കപ്പെടാനും വകയുണ്ട്. കാരണം കേരളത്തിൽ പുകവലി നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കുറവാണെങ്കിലും പുകയില ഉപയോഗം പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. ഇപ്പം യുവാക്കളിലൊക്കെ ഈ സിഗരറ്റ്, വേപ്പ് ഉൽപ്പന്നങ്ങൾ എന്നിവയോടുള്ള കൗതുകം ആരോഗ്യ വിദഗ്ധർ വളരെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. പുകയില കാരണമുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ ആദ്യത്തേത് ശ്വാസകോശ ക്യാൻസർ തന്നെയാണ്. പകുതിയിലധികം പേർക്കും വരുന്ന രോഗം ശ്വാസകോശ ക്യാൻസറാണ്. മറ്റൊന്ന് വായിലെ ക്യാൻസറാണ്. ഈ വായിലെ ക്യാൻസർ വരുന്നത് കൂടുതലും ഇപ്പോൾ നമ്മൾ സിഗരറ്റ് സ്മോക്കിങ്ങിനേക്കാൾ അപ്പുറം പുകയില മറ്റു രൂപത്തിൽ ഉപയോഗിക്കുന്നത്, ഇപ്പം ഗുഡ്ക, ചൈനി, പാൻ മസാല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് ഉപയോഗിക്കുന്നത് വഴിയാണ് കൂടുതൽ പേർക്കും വായിലെ ക്യാൻസർ വരിക. സിഗരറ്റ് സ്മോക്കിംഗ് വഴിയും ഉണ്ടാകാറുണ്ട്. ഈ മറ്റൊന്ന് തൊണ്ടയിലെ ക്യാൻസറാണ് ഈ ഉണ്ടാകുന്ന മറ്റൊരു രോഗം. കഴിഞ്ഞിട്ടില്ല, ഇതിന് പുറമേ വരുന്ന മറ്റ് മരണകാരണങ്ങളായ രോഗങ്ങളാണ് ഹൃദ്രോഗം, സ്ട്രോക്ക്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, COPD എന്നതിനെ പറയും. ഗർഭകാല സങ്കീർണതകൾക്ക് പോലും ഈ സ്മോക്കിംഗ് കാരണമാകുന്നുണ്ട്. പുക വലിച്ചില്ലെങ്കിലും നമുക്ക് പണി കിട്ടും. എങ്ങനെയാണെന്നല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്ന ഒരു നിശബ്ദ കൊലയാളി. അതായത് പുകവലിക്കാത്ത ആളുകളും മറ്റൊരാളുടെ പുകവലി മൂലം ആ പുക ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇരകളാകുന്നുണ്ട് നമ്മുടെ ലോകത്ത്. ഇതുവഴി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ആസ്മ, കൊച്ചു കുട്ടികളിലൊക്കെ ആസ്മ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പാസീവ് സ്മോക്കിംഗ് ആണ്. ആളുകളൊക്കെ പുക വലിക്കുമ്പോൾ ആ പുക ശ്വസിച്ച് അത് ശ്വാസകോശത്തിൽ ഇറങ്ങിയാണ് കുട്ടികളിൽ കൂടുതൽ പേർക്കും ചെറിയ പ്രായത്തിലെ ആസ്മ ഉണ്ടാകുന്നത്. ശ്വാസകോശത്തെ അണുബാധ ഇതുവഴി സംഭവിക്കുന്നുണ്ട്. ഹൃദ്രോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്ഥിരമായി സ്മോക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കം നമ്മളെ ഹൃദ്രോഗികൾ ആക്കുമെന്നത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഗർഭിണികളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ പാസീവ് സ്മോക്കിംഗ് കാരണം. ലോകാരോഗ്യ സംഘടനയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം പുകവലി കാരണം ലോകത്ത് ഓരോ വർഷവും ഏകദേശം 80 ലക്ഷം
അതായത് 8 മില്യൺ ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഒരു വർഷം 80 ലക്ഷം പേർ പുകവലി കാരണം മാത്രം മരണപ്പെടുന്നുണ്ട്. ഇതിൽ ഏകദേശം 70 ലക്ഷം പേർ നേരിട്ട് പുകവലിക്കുന്നവരാണ്. 16 ലക്ഷം പേരാണ് പാസീവ് സ്മോക്കിംഗ് അഥവാ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് മൂലമുള്ള മരണങ്ങളിൽ പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ മാത്രം കണക്കുകൾ നമ്മൾ പരിശോധിക്കുന്നു. ആഗോള കണക്കാണ് ടൈം ലൈൻ. ആ ടൈം ലൈൻ നമ്മൾ പരിശോധിച്ചാൽ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, 2021 മുതൽ 2025 വരെയുള്ള കണക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ തുടർച്ചയായി ഞാൻ പറയേണ്ട ആവശ്യമില്ല. 2001, 2021, 22, 23, 24, 25 ഈ കോളം നോക്കിയാൽ എല്ലാം 80 ലക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ് പുകവലി മൂലമുള്ള മരണങ്ങൾ. അതായത് 2021 നിന്നും 2025 വരുമ്പോഴും ഈ മരണനിരക്കിൽ ഒരു കുറവ് വരുത്താൻ ലോകത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സ്ഥിരമായി ഈ 80 ലക്ഷം എന്നുള്ളതിൽ തന്നെ നിൽക്കുകയാണ്. പുകവലി മൂലം കൂടുതലായി വരുന്ന രോഗങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കണം. പുകവലിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന രോഗങ്ങൾ ഒന്ന് ശ്വാസകോശ ക്യാൻസറാണ്, ലങ് ക്യാൻസർ. പിന്നെ വായ, തൊണ്ട, നാവ്, അന്നനാളം എന്നിവയിലെ ക്യാൻസറുകൾ. പിന്നെ ഒന്ന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ COPD വരുന്നുണ്ട്. എംഫിസീമ വരുന്നതും ഈ പുകയില ഉപയോഗം കൂടുതലാവുന്നത് കൊണ്ടാണ്. തീർന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഹൃദ്രോഗങ്ങൾ വരുന്നുണ്ട്, ക്രോണിക് ബ്രോങ്കൈറ്റിസ് വരുന്നുണ്ട്, സ്ട്രോക്ക് വരാം, ക്ഷയം വരുന്നത്, ട്യൂബർക്കുലോസിസ് ഒക്കെ വരുന്നത് ഈ പുകവലി കൂടുതലുള്ള ആളുകൾക്കാണ്. പിന്നെ മാത്രമല്ല പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ വർദ്ധിക്കുകയും ചെയ്യും പുകവലിയും കൂടി ഉണ്ടെങ്കിൽ. ഇപ്പം സ്മോക്കിംഗ് അഡിക്റ്റുകളെ സംബന്ധിച്ച് ഇപ്പം ഇതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്കിലും സ്മോക്കിംഗ് അഡിക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ദിവസം കൊണ്ട് ഇപ്പം ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ്. എന്നാൽ ഇന്ന് തൊട്ടങ്ങ് ഉപേക്ഷിച്ചേക്കാം. അവരെ കൊണ്ട് ഒരു പക്ഷേ അത് സാധിക്കുന്ന ഒരു ശീലം അല്ലായിരിക്കും. പക്ഷേ ആ ശീലത്തെ ഉപേക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വലിയ മഹാമാരികളെയും സുനാമിയെയും ഭൂകമ്പത്തെയും യുദ്ധത്തെയും പ്രളയത്തെയും ഒക്കെ അതിജീവിച്ച മനുഷ്യൻ വിചാരിച്ചാൽ, ഒന്ന് മനസ്സ് വെച്ചാൽ എന്തിനേയും അതിജീവിക്കാൻ കഴിയുമല്ലേ? പറ്റിയാൽ ഇന്ന് മുതലെങ്കിലും പുകവലി ഒന്ന് ഉപേക്ഷിക്കാനോ അതല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എങ്കിലും എടുക്കാൻ പുകവലിക്കുന്നവർക്ക് കഴിയട്ടെ.